നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകളും ന്യൂ ടാക്സ് റെജിമാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ന്യൂ ടാക്സ് റെജിം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അട്രാക്ഷനാണ്. കാരണം 7 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളൊരു വലിയ അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ഓൾഡ് ആണെങ്കിൽ നമുക്കറിയാം, ഓൾഡ് ടാക്സ് റെജിമിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്കാണ് റിബേറ്റ് കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ 20% ആണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക. എന്നാൽ ന്യൂ ടാക്സ് റെജിമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 6 ലക്ഷത്തിൻ്റെക്ക് മുകളിലുള്ള ആളുകൾക്ക് 10% ടാക്സ് കൊടുക്കേണ്ടത്. അതുമാത്രമല്ല 7 ലക്ഷം രൂപ വരെ നമുക്ക് റിബേറ്റ് ഉണ്ട്. ഇവിടെയും നമുക്ക് 50,000 രൂപ നമുക്ക് ഡിഡക്ഷനും കിട്ടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേറെയും കുറച്ച് ഡിഡക്ഷൻസ് തരുന്നുണ്ട് ന്യൂ റെജിമിൽ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ, ഇപ്പോൾ നമ്മളൊരു ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു ട്രാൻസ്പോർട്ട് അലവൻസ് എന്തെങ്കിലും കിട്ടുന്നുണ്ട് സാലറിയിൽ നിന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ന്യൂ റെജിമിൽ അതും കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കൺവെയൻസ് അലവൻസ് ആയിട്ട് എന്തെങ്കിലും തുക നമ്മുടെ സാലറിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ന്യൂ റെജിമിൽ. ഇനി മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർ അല്ലെങ്കിൽ ട്രാവൽ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് നമുക്കൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സാലറിയിൽ, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഈ ഒരു ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഡെയിലി അലവൻസ് ആയിട്ട് നമ്മൾ ജോലിയുടെ ആവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന DA കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒരു ന്യൂ റെജിമിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ VRSൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഗ്രാറ്റുവിറ്റി എമൗണ്ട്, ലീവ് എൻകാഷ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ഇത് നമുക്ക് ഓൾഡ് ടാക്സിലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ന്യൂ ടാക്സ് റെജിമിലും ഈ എമൗണ്ടുകളെല്ലാം തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ സ്വന്തം വീടിൻ്റെ അല്ല, നമ്മൾ വാടകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടിന് നമ്മൾ ഹോം ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ നമുക്ക് ഇവിടെ ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 50,000 രൂപ വരെ നമുക്ക് അതും കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ NPS അക്കൗണ്ട്, നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന എമൗണ്ട്, കമ്പനി തരുന്ന എമൗണ്ടാണ്, നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ 80JJA എന്നുള്ള സെക്ഷനിൽ നമുക്ക് അതും കൂടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഞാൻ ആദ്യമേ പറഞ്ഞു 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്, അത് നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്, ഓൾഡ് റെജിമിലും ഉണ്ട്, അതേപോലെ തന്നെ നമുക്കത് ന്യൂ റെജിമിലും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15,000 രൂപയോ അല്ലെങ്കിൽ ടോട്ടൽ ഫാമിലി പെൻഷൻ്റെ 1/3 ഏതാണ് കുറവെന്നുണ്ടെങ്കിൽ ആ തുകയും കൂടെ നമുക്കിതിൽ കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നി കോർപ്പസ് ഫണ്ടിലേക്ക് നമ്മളൊരു എമൗണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഈ ന്യൂ റെജിമിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ന്യൂ റെജിം ക്ലെയിം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 7 ലക്ഷത്തിൻ്റെ വരെയാണ് നമുക്ക് റിബേറ്റ് ഉള്ളത്. അതിൽ കൂടുതൽ ഇതേപോലെ എന്തെങ്കിലും ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Thank you. Thanks for watching.